Hi dears, welcome back. ഇന്ന് OTG ഓവനിൽ എങ്ങനെയാണ് റോട്ടിസറി ചിക്കൻ ഉണ്ടാക്കുന്നതെന്നാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഓവൻ വാങ്ങിയ ശേഷം ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയത്. പിന്നെ ഈ ഒരു വീഡിയോ തന്നെ ഓവൻ എങ്ങനെയാണ് ഇതേപോലെ ചിക്കനൊക്കെ ഗ്രിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്ലീൻ ആക്കി എടുക്കുക എന്നും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കുക. അപ്പോൾ അതിന് ശേഷം ഇതൊന്ന് വരഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മൾ മസാലയൊക്കെ തേക്കുമ്പോൾ അതിനകത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ആഴത്തിൽ തന്നെ വരഞ്ഞു കൊടുക്കുക, എന്നാൽ കട്ടായി പോവുകയും ചെയ്യരുത്. പിന്നെ ചിക്കൻ എടുക്കുമ്പോൾ എപ്പോഴും ഒരു കിലോയ്ക്കുള്ളിലുള്ള ചിക്കൻ എടുക്കുക, അതായത് മീറ്റ് മാത്രമായിട്ട് 1 കിലോ. അപ്പോൾ ഇതിപ്പോൾ 1,300 ഉള്ളത്. മുഴുവനായിട്ട് ഇതേപോലെ വരഞ്ഞു കൊടുത്ത ശേഷം ഒന്നുകൂടി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ തന്തൂരി ചിക്കൻ്റെ മസാലയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മസാലയാണ് വേണ്ടത് അത് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 20 അല്ലി വെളുത്തുള്ളിയും ഒരു 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി നന്നായിട്ട് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു വലിയ നാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ ചെറുതാണെങ്കിൽ 2 നാരങ്ങ നീരെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മാരിനേഷൻ. ഇപ്പോൾ ഈ ഒരു ചിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 മാരിനേഷൻ കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പം നമ്മൾ ആ വരയിട്ട് കൊടുത്തതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആക്കി കൊടുക്കണം. അപ്പോൾ എന്നാലേ നല്ല മസാലയൊക്കെ അതിനകത്തേക്ക് ആയി കിട്ടുള്ളൂ. ഈ ഒരു തന്തൂരി ചിക്കന് ഓവൻ ഇല്ലാതെ ഫ്രൈ പാനിൽ ചെയ്യുന്നതിൻ്റെ റെസിപ്പി ഇതിന് കുറേ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതേപോലെ ചിക്കൻ്റെ ഉൾവശത്തും നന്നായിട്ട് തന്നെ മസാല തേച്ച് കൊടുക്കണം. അപ്പോൾ മസാലയൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഈ 1/2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത മാരിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നേരത്തെ ഉപ്പിട്ടത് കൊണ്ട് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, കൂടി പോവരുത്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂണ് തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഈ തൈരിൽ തന്നെ എല്ലാം അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ കയ്യിൽ കസൂരി മേത്തി ഉണ്ടെങ്കിൽ അതൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ അത് സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അരമണിക്കൂറിന് ശേഷം ചിക്കൻ ഇവിടെ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി മസാല നന്നായിട്ട് ചിക്കനിലേക്ക് തേച്ച് കൊടുക്കാം. അങ്ങനെ മസാലയൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം, എന്നാലേ കറക്റ്റ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ 4 മണിക്കൂറിന് ശേഷം ചിക്കൻ ഇവിടെ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 കാലും ഇതേപോലെ കൂട്ടി വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കണം. പിന്നെ അതിന് ശേഷം 2 വിങ്സ് എടുത്തിട്ട് ബാക്കിലേക്കാക്കി ഇതേപോലെ കെട്ടിക്കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ മുകളിലാണ് കെട്ടിക്കൊടുക്കുന്നത്. അതിന് ശേഷം ഈ വിങ്സിൻ്റെ അറ്റവും കൂടി കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള നൂലങ്ങ് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. പിന്നെ ഒരു 2-3 ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതേപോലെ അതിൻ്റെ കാലിലും വിങ്സും വരുന്നെടുക്കുക ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഫാൻ മോഡ് ഓഫിലാണ് കൊടുത്തത്. അപ്പോൾ ടെമ്പറേച്ചർ കൊടുക്കുന്നത് 250 ഡിഗ്രിയിലാണ്. പിന്നെ മുകളിലത്തെയും താഴത്തെയും കോയിൽ ചൂടാക്കുന്നുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു വേസ്റ്റ് ട്രേ ഉണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു അലൂമിനിയം ഫോയിലും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മുടെ റോട്ടിസറി ക്ലിപ്പ്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡും ഇതേപോലെ ഒരു സ്ക്രൂ ഉണ്ടാവും, അത് ലൂസാക്കിയിട്ട് നമുക്ക് ആ ക്ലിപ്പ് അങ്ങ് ഊരിയെടുക്കാം. അതിനുശേഷം ഈ ഒരു സ്റ്റിക്ക് ചിക്കനകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ആ ചിക്കൻ ആ സ്റ്റിക്കിൻ്റെ നടുവിലായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു ക്ലിപ്പ് എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് ചിക്കനിലേക്ക് പ്രസ് ചെയ്തിട്ട് ആ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം.
ഇനി അടുത്ത ക്ലിപ്പ് ഇതേപോലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതായത് നമ്മുടെ ആ മീറ്റ് കൂടുതലുള്ള വശത്തേക്കാണ് ക്ലിപ്പ് നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതും ടൈറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ആ സ്റ്റിക്കിൻ്റെ രണ്ട് സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കാം. ഈ ഒരു സൈഡാണ് ഓവനകത്തേക്ക് ആദ്യം വെച്ച് കൊടുക്കേണ്ടത്. പിന്നെ ഇപ്പുറത്തെ സൈഡ് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതേപോലെ ഈ ഒരു ഹാങ്ങറിൽ വെച്ചിട്ടാണ് ആ ഒരു രണ്ട് സൈഡിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് ചിക്കൻ ഓവനകത്തേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഓവൻ ഇവിടെ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനകത്തുള്ള ആ ഒരു ഹോളിലേക്ക് ആദ്യം വെച്ചിട്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി റോട്ടിസറി ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു റോട്ടിസറി ഫംഗ്ഷനുള്ള അതിലേക്ക് നോബ് തിരിച്ചു കൊടുക്കാം. പിന്നെ ടെമ്പറേച്ചറൊക്കെ നേരത്തെ സെറ്റ് ചെയ്തത് തന്നെ 250 ഡിഗ്രിയിൽ. പിന്നെ ടൈം കൊടുക്കുന്നത് ആദ്യം ഒരു 40 മിനിറ്റാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഒരു 15 മിനിറ്റ് കൂടി കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു 55 മിനിറ്റ് കൊണ്ടാണ് ഈ ചിക്കൻ ഇവിടെ കുക്കായി വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ 55 മിനിറ്റ് വെച്ച് കൊടുക്കാതെ ഒരു 50 മിനിറ്റ് വെച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ 5 മിനിറ്റ് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വെച്ച് കൊടുത്ത പോലെ തന്നെ ആ ഒരു ഹാങ്ങർ വെച്ചിട്ട് മെല്ലെ അതൊന്ന് എടുത്ത് മാറ്റാം. ഓവൻ നല്ല ചൂടായിരിക്കും, അത് ശ്രദ്ധിച്ചിട്ട് വേണം ഇത് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു സ്റ്റിക്കും ക്ലിപ്പൊക്കെ ഊരി മാറ്റി കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരത്തെ കെട്ടി വെച്ചിട്ടുള്ള ആ ഒരു നൂലും പിന്നെ ആ ടൂത്ത് പിക്കൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കണം. ഇനി ഇതേപോലെ ചിക്കനൊക്കെ ഓവനിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഓവനകത്ത് ആ ഒരു ചിക്കൻ്റെ സ്മെല്ലുണ്ടാവും. അപ്പോൾ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഓവൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയ ശേഷം ആ ഒരു വേസ്റ്റ് ട്രേ എടുത്ത് മാറ്റിയിട്ട് അത് കഴുകിയിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാം. ഇനി ഇതിനകത്തൊക്കെ കുറച്ച് വിനാഗിരിയും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു തുണി വെച്ച് നന്നായിട്ട് തുടച്ചു കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ആ ഒരു സ്മെല്ലൊക്കെ അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ചിക്കൻ ഇവിടെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചൂടോടെ കൂടെ തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.